ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ജസ്റ്റ് പുറത്തു പോവാണ് വൈകുന്നേരം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സൺസ്ക്രീം ഇട്ടു. അത് എന്തിനാണ് വൈകുന്നേരം ഇട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലായിടത്തും നമുക്ക് സൺസ്ക്രീം എപ്പോഴും ഇടണം, നല്ലതാണ് നമ്മുടെ ഫേസിന്. അതിനുശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ കണ്ണിന് ചുറ്റുമൊക്കെ ഉള്ള കറുപ്പൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് വേറെ ഒന്നും അങ്ങനെ വലിയ ഫൗണ്ടേഷൻ ഒന്നുമില്ല, ജസ്റ്റ് പുറത്തു പോകണതല്ലേ. അപ്പോൾ ഈ ബ്ലാക്ക്നെസ് ഉള്ളിടത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നത് തൂത്ത് തുടച്ച് കൊടുക്കുകയാണ്. അയ്യോ, എൻ്റെ കീറിയൊക്കെ പോകണം കണ്ടിട്ട് ചിരി വന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു. എൻ്റെ മുഖത്ത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരിതാണ്. അതിനുശേഷം ഞാൻ കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. ഈ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് വീട്ടിലിടുന്ന പൗഡറാണെങ്കിൽ പോലും ബ്രഷ് വെച്ചിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ ഫേസിൽ ഒരു മേക്കപ്പൊക്കെ ചെയ്ത എഫക്റ്റ് കിട്ടും. ജസ്റ്റ് എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് എന്ത് സാധനമാണെങ്കിലും നമ്മൾ അങ്ങനെ ഇടുക, അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ കഴുത്തേലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. മോന്ത മാത്രം മീൻസ് വെളുത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ, പൗഡർ ഇട്ട പോലെ. അത് കാരണം ഞാൻ ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, എനിക്ക് അത്യാവശ്യം നല്ല കുരുക്കളൊക്കെ ഉള്ളതാണ്. അപ്പം അതിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നു, പിരികം ഹനുമാനെ പോലെ ഞാൻ വരച്ച് വയ്ക്കും. എന്നിട്ട് ഞാൻ പിന്നെ തൂത്ത് കളയുന്നുണ്ട്. നോക്കാം, കണ്ടോ മേളിലായി. അതാണ്, പക്ഷെ എനിക്ക് പിരികമില്ല. അപ്പം ഞാൻ അത്യാവശ്യം അത് ഫില്ല് ചെയ്ത് കൊടുക്കും, എന്നാലാണ് അത് മീൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് അത്യാവശ്യം പിരികൊക്കെ കുറവാണ്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ടല്ല. ഞാനിങ്ങനെ ആലോചിക്കും എന്താ ഇനി ചെയ്യണ്ടേന്ന്. ഞാൻ ഡ്രസ്സ് മാറി. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അത് കഴിഞ്ഞ് ലിപ് ബാം ഇടുകയാണ്. ഭയങ്കര വൃത്തികേടായിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഡ്രസ്സ്, എനിക്കറിയാൻ പാടില്ല. ചുമ്മാ ഒരു കൊതി കൊണ്ട് മേടിച്ചിട്ടതാണ്. ലിപ് ബാം ഇടും. ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കും, ലിപ്സ്റ്റിക് കണ്ണെഴുതിട്ടോ, കണ്ണ് വാലൊക്കെ ഇട്ട് എഴുതി, എന്തിനാണോ എന്തോ. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ അയച്ചിട്ടിട്ട് എന്തോ പിന്നെയും മറന്ന് പൊട്ടും തൊട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാതെ കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കും വാരി പൊത്താണ്. ലിപ് ബാം ഇട്ടു, എന്നാലും ലിപ്സ്റ്റിക്ക് ഇല്ലാതെ പറ്റില്ലല്ലോ. വളരെ കുറച്ചായിട്ട് ഇടുന്നുള്ളൂ, വളരെ കുറച്ചെടുത്തിട്ട് വാരി വലിച്ചൊട്ടിക്കുന്നുണ്ട്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തോ മോന്തയ്ക്ക് ഇരിക്കണം കണ്ടിട്ട് എനിക്ക് എന്നെ പേടിയാവും. എനിക്കറിയാൻ പാടില്ല എല്ലാവർക്കും ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ. ബാക്കി ഞാൻ കണ്ണിൻ്റെ മുകളിലും കവളത്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അയ്യോ, ഞാൻ തന്നെ സൂപ്പറാന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വാരി അങ്ങ് പൊത്തുവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിപ് ബാമും മീൻസ് നമ്മളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലോ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷ് ഇട്ടിട്ട് പിന്നെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രഷ് വെച്ചിട്ട് മുകളിൽ അങ്ങോട്ട് ആക്കുകയാണെങ്കിൽ ആ മോന്തയുടെ ആ വണ്ണത്തിൽ കുറഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെയും വാരി പൊത്തുന്നുണ്ട്, എന്തിനാണോ എന്തോ, എനിക്കറിയാൻ പാടില്ല. പിന്നെയും ഞാനിട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ വിചാരം ഭയങ്കര സംഭവമായെന്നൊക്കെയാണ്. ഞാൻ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട് ലിപ്പിൽ വെച്ചിട്ട്. നന്നായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പിന്നെയും നോക്കും, അവിടെ ഒരു കണ്ണാടിൻ്റെ പുറകിൽ ഭയങ്കര പട്ടി ഷോയാണ്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കാണാം. നിങ്ങൾ ലാസ്റ്റ് കണ്ടോ ഞാൻ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകണേന്ന്. വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് ബൈ ഒക്കെ പറയണുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇരുന്ന് പിന്നെയും ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ ചുമ്മാ എടുത്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയില്ല, ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാൻ പാടില്ല, വെറുതെ. സ്പ്രേ ഡാൻസ് കളിപ്പിച്ചാൽ തോന്നുന്നു സ്പ്രേയുടെ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ സ്പ്രേയും അടിക്കുന്നുണ്ട്. സ്പ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട്, എന്താണോ എന്തോ. സൂപ്പറാന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടനോട് ചോദിക്കുക എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡ്രസ്സൊക്കെ കൊള്ളാം, ഇട്ടിട്ട് കൊള്ളാം, പക്ഷേ ഈ പച്ചക്കറി മേടിക്കാൻ പോകണമെങ്കിൽ ഇതുപോലത്തെ കോലം എന്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് മാറിയിട്ട് ഞാൻ വേറിട്ടുകൊണ്ട് പോയ ഡ്രസ്സാണിത്. അപ്പോൾ അത്രേ ഉള്ളൂ, പച്ചക്കറി മേടിച്ചു ചുമ്മാ അതിൽപ്പെടും. അത് കഴിഞ്ഞ് കടൽ തീരത്തെത്തിയപ്പോഴത്തേക്കും ഒരു ജങ്കാറും ഒരു കപ്പലും തമ്മിൽ ഓപ്പോസിറ്റ് കഴിഞ്ഞു. അത് കാരണം അത് കണ്ടു നിൽക്കാനുള്ള പേടി കൊണ്ട് ഞങ്ങൾ പോവാണ്. ബൈ. ഇപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.